ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇനി ആരും വരരുതെന്ന നിർദ്ദേശവുമായി കോട്ടയം കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഉൾക്കൊള്ളാൻ കഴിയാത്തതിൽ അധികം പേർ നിലവിൽ ക്യാമ്പിൽ ഉണ്ട് എന്ന് പ്രസിഡന്റ് AP ഗോപി പറയുന്നു. ക്യാമ്പിൽ സൗകര്യങ്ങൾ ഇല്ലെന്നും വെള്ളത്തിന് ക്ഷാമം ഉണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന വാട്സാപ്പ് സന്ദേശം പുറത്തുവന്നു. അല്ല, വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ അതായത് വീടുകളിൽ തന്നെ കഴിയുക. ക്യാമ്പിലോട്ട് വന്നാൽ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. എന്നാണ് തന്നെ രാവിലെ വെള്ളമില്ലാതെ കിടന്ന് ഭയങ്കര പരക്കം പാച്ചിലായിരുന്നു. അതുകൊണ്ട് വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ പരമാവധി വീട്ടിൽ തന്നെ കഴിയാൻ നോക്കുക. ക്യാമ്പിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, ഒരു ക്യാമ്പിലും തനിയെ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കേണ്ടതാണ്. അതിന് ഉത്തരവാദപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ ക്യാമ്പിലേക്ക് വരേണ്ട എന്ന് ജനങ്ങളോട് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണിത്. അത് വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതാണ്. അത്തരത്തിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഓഡിയോ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്, ഇപ്പോൾ ക്യാമ്പുകളിലെ എണ്ണം കൂടി, അവിടെ സൗകര്യങ്ങളില്ല, അതുകൊണ്ട് ആരും ക്യാമ്പിലേക്ക് വരേണ്ടതില്ല, മറിച്ച് വീടുകളിൽ കഴിയുന്നവർ അവിടെ തന്നെ കഴിയണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയാൻ കാരണം, ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ മഴ അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമാണ് കുമരകം. അവിടുത്തെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറുന്ന പശ്ചാത്തലമുണ്ടായി. വെള്ളത്താൽ വലിയ രീതിയിൽ വെള്ളമുള്ള ഒരു സ്ഥലമാണ്. അവിടെ വീടുകളിൽ വലിയ നാശനഷ്ടമുണ്ടായി, കടകളിൽ നാശനഷ്ടമുണ്ടായി. അത്തരത്തിൽ ആളുകൾ ക്യാമ്പുകളിലേക്ക് പോകാൻ ഏതാണെങ്കിലും സ്വന്തമായി താല്പര്യം കാണിക്കുന്ന ആളുകളല്ല. എല്ലാവർക്കും സ്വന്തം വീടുകളിൽ കഴിയാൻ തന്നെയായിരിക്കും താല്പര്യം. ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ്, പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് അവർ ക്യാമ്പിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെയാണ് ക്യാമ്പിൽ സൗകര്യമില്ല, ക്യാമ്പിലേക്ക് വരണ്ട എന്ന് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതിൽ ഒരു വേർഷൻ ശരിയാണ്. ക്യാമ്പുകളിൽ വലിയ രീതിയിലുള്ള ആളുകളുണ്ട്. പക്ഷേ അവിടുത്തെ നാട്ടുകാർ കുറച്ചു കാലമായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, ഈ ദിവസങ്ങളിൽ മഴ പെയ്ത എല്ലാ ദിവസങ്ങളിലും ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്, കൂടുതൽ ക്യാമ്പുകൾ ആവശ്യമാണ്, കൂടുതൽ ക്യാമ്പുകൾ തുറക്കണം, ഇപ്പോഴുള്ള ക്യാമ്പുകൾ മാത്രം പോരാ എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് കാര്യക്ഷമമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആളുകളോട് ക്യാമ്പിലേക്ക് വരണ്ട എന്ന് പറയുന്നത്. ഏതാണെങ്കിലും ഇത് ഏറ്റവും എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആരും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് പോകുന്നത് പോലെയോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നത് പോലെയുള്ള മനസ്സോടുകൂടിയല്ല ക്യാമ്പിലേക്ക് പോകുന്നത്. ഒരു നിവൃത്തിയുമില്ല, പോകാൻ മറ്റൊരു വഴിയുമില്ല, ഇനിയും മുമ്പിൽ ഒരു മാർഗവുമില്ല, വെള്ളം കയറി നനയാനായി ഒന്നും ബാക്കിയില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് രോഗികളും അതുപോലെ തന്നെ കിടപ്പ് രോഗികളും ഒക്കെയായി ക്യാമ്പിലേക്ക് ആളുകൾ പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ പരസ്യമായി ഇനി ക്യാമ്പിലേക്ക് വരണ്ട, അവിടെ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയുള്ളത്. ആ ചോദ്യം ഏതാണെങ്കിലും അധികാരികൾ കണ്ട് ഇടപെട്ട് പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നേ അറിയാൻ കഴിയുള്ളൂ. ഏതാണെങ്കിലും മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ ക്യാമ്പുകളെ സംബന്ധിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന ഒറ്റ വാക്കിലുള്ള മറുപടി പറയും. പക്ഷേ താഴെത്തട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അത് വലിയ രീതിയിൽ നമുക്ക് മുമ്പിലേക്ക് വരികയാണ്. ആ യാഥാർത്ഥ്യങ്ങളുടെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഒന്നുകൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാണെങ്കിലും ഇവിടെ ക്യാമ്പുകൾ കൂടുതൽ വേണം, ആളുകൾക്ക് വന്ന് നിൽക്കാൻ കൂടുതൽ ക്യാമ്പുകൾ വേണമെന്ന ആവശ്യം അത് കൂടുതൽ ശബ്ദത്തിൽ ഉയരുകയാണ്. ശരി.